താടിയും പൊട്ടും ടോക്സ് ഗൈസ്. നമ്മുടെ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമന്റ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. അപ്പൊ നമ്മുടെ ഇന്നത്തെ ടോക്ക് എന്ന് പറഞ്ഞാൽ മഞ്ഞുമൽ ബോയ്സ് പടം ഇത്രയും ഹിറ്റായിട്ട് 250 കോടിയിൽ മേലെ കളക്ഷൻ എടുത്ത് കേരളത്തിലെ ഇത്രയും നാളത്തെ എല്ലാ കളക്ഷനും 2018 പ്രളയത്തിന്റെ ഫിലിമിനായിരുന്നു ഒരു കളക്ഷൻ കേരളത്തിൽ കൂടുതൽ. അതിനെ വരെ മറികടന്ന് 250 കോടിയിലേക്ക് എത്തിയത് നമ്മുടെ മഞ്ഞുമൽ ബോയ്സ്. ഇതാ ഇന്നാളാണ് അത് വിവാദത്തിലായത്. നമ്മുടെ ഇളയരാജയ്ക്ക് ക്ലെയിം കൊടുക്കാണ്ടാണ് കൺമണി അൻപോട് പാട്ടിന്റെ കേസ് വന്നത്. ഇതാ ഇപ്പോൾ പിന്നെ അതില് പ്രൊഡ്യൂസറായിരുന്ന എന്താ പറയാ സിറാജ് എന്ന് പറയുന്ന ആൾക്ക് മുടക്കിയ പൈസ പോലും തിരിച്ചു കൊടുത്തിട്ടില്ല. ഇത്രയും പൈസ കിട്ടിയിട്ട് പോലും എന്ന് പറഞ്ഞ ആള് സൗബിനെതിരെ കേസ് കൊടുത്തായിരുന്നു. അതിന്റെ പ്രശ്നങ്ങൾ ഇതാ ഇപ്പൊ നമ്മുടെ സൗബിൻ ഈ മഞ്ഞുമൽ ബോയ്സ് എന്ന് പറയുന്ന പടത്തിന്റെ ഈ കോടികളുടെ പുറകിൽ കള്ളപ്പണം തമിഴ്നാട്ടിൽ നിന്ന് ഒഴുകിയിട്ടുണ്ട്, കള്ളപ്പണത്തിന്റെ ഒരു സംഭവങ്ങൾ ഇതിന്റെ ഇടയിൽ നടക്കുന്നുണ്ട് എന്നുള്ള ഒരു ആരോപണങ്ങളും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ED നമ്മുടെ സൗബിനെ പൊക്കിയിട്ടുണ്ട്. അപ്പൊ അതാണ് ഇന്നത്തെ ടോക്ക്. നമുക്ക് നേരെ വിടുക. മഞ്ഞുമൽ ബോയ്സ്. എന്നാൽ ഈ ഒരു സിനിമയുടെ മറവിൽ വൻ സാമ്പത്തിക തട്ടിപ്പിൽ ഇപ്പോഴിതാ നടനും സംവിധായകനുമായ സൗബിൻ സാഗറിനെ ED ചോദ്യം ചെയ്തു കഴിഞ്ഞു. കഴിഞ്ഞ ദിവസമായിരുന്നു ചോദ്യം ചെയ്യൽ. വരും ദിവസങ്ങളിൽ ചോദ്യം ചെയ്യൽ വീണ്ടും തുടരും. അതീവ ഗൗരവ ആരോപണമാണ് ഇപ്പോൾ ED അന്വേഷിക്കുന്നത്. മഞ്ഞുമലിന്റെ കളക്ഷൻ റെക്കോർഡുകൾക്ക് പിന്നിലാണ് കള്ളപ്പണം വെളുപ്പിക്കലുണ്ടെന്നുള്ള വിവരം ഇപ്പോൾ പുറത്തുവരുന്നത്. തമിഴ്നാട്ടിൽ നിന്ന് വന്ന തുകയുടെ ഒരു ഭാഗം കള്ളപ്പണമാണെന്നാണ് EDക്ക് ലഭിച്ച വിവരം. തിയേറ്ററുകൾ ഹൗസ്ഫുൾ ആണെന്ന് വരുത്തി തീർത്ത് വ്യാജ ടിക്കറ്റ് വരുമാനം കള്ളപ്പണമായി എത്തിച്ചുവെന്നാണ് പരാതി. തമിഴ്നാട്ടിലെ ഒരു സാമ്പത്തിക തട്ടിപ്പ് കേസ് പ്രതിയാണ് ഇതിനു പിന്നിലെന്നും ആരോപണമുണ്ട്. ഈ സാഹചര്യത്തിലാണ് ഇപ്പോൾ സൗബിനെതിരായ ED അന്വേഷണം നടന്നിരിക്കുന്നത്. ഇനിയും വരും ദിവസങ്ങളിൽ സൗബിനെ ED ചോദ്യം ചെയ്യുന്നതായിരിക്കും. കള്ളപ്പണം പറവ ഫിലിംസിന്റെ അടുത്ത നിർമ്മാണ സംരംഭങ്ങൾക്ക് വിനിയോഗിക്കാനാണ് ലക്ഷ്യമിട്ടിരുന്നത് എന്നാണ് ആരോപണം. അന്വേഷണത്തിന്റെ ഭാഗമായി ED കഴിഞ്ഞ ദിവസം പറവയുടെ കൊച്ചി ഓഫീസിൽ റെയ്ഡും നടത്തിയിരുന്നു. പാൻ ഇന്ത്യൻ ഹിറ്റായ പടം 300 കോടിയിലേറെയാണ് വാരിക്കൂട്ടിയത്. മാത്രമല്ല പറവ ഫിലിംസിന്റെ ആക്സിസ് ബാങ്ക് അക്കൗണ്ട് വഴി വിവിധ വ്യക്തികളിൽ നിന്നായി 28 കോടി 35 ലക്ഷം രൂപയാണ് സൗബിനും കൂട്ടരും വാങ്ങിയിട്ടുള്ളത്. സിനിമയ്ക്കായി 1 രൂപ പോലും നിർമ്മാതാക്കൾ മുടക്കിയിട്ടില്ല. GST അടക്കം 18 കോടി 65 ലക്ഷം രൂപ സിനിമയ്ക്ക് ചിലവായി. ഇതിന്റെ 20 ഇരട്ടിയാണ് നിർമ്മാതാക്കളുടെ അക്കൗണ്ടിലേക്ക് എത്തിയത്. മലയാളത്തിലെ പല നിർമ്മാണ കമ്പനികളും നേരത്തെ തന്നെ EDയുടെയും ആദായ നികുതി വകുപ്പിന്റെയും നോട്ടപ്പുള്ളികളാണ്. കോടികളുടെ കള്ളപ്പണം വെളുപ്പിക്കൽ സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ട് നടക്കുന്നുണ്ടെന്നാണ് കണ്ടെത്തൽ. എന്തായാലും വരും നാളുകളിൽ സൗബിനെ ഒരുപാട് കാര്യം ചോദ്യം ചെയ്ത് അറിയാനുണ്ടെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. അപ്പൊ നമ്മുടെ നടൻ നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടൊരു നടനാണ് സൗബിൻ. ക്യാരക്ടർ റോൾ ചെയ്യാനാണെങ്കിലും നായകനായിട്ടാണെങ്കിലും കോമഡി ആണെങ്കിലും സീരിയസ് ആണെങ്കിലും വില്ലൻസ് ആണെങ്കിലും എല്ലാം പറ്റുന്ന ഒരു നടനാണ്. നമുക്ക് എല്ലാവർക്കും ഇഷ്ടമാണ്. അപ്പൊ ഇതാ ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുകളൊക്കെയാണത്. അവിടെ ഇരുന്നിട്ട് ആ കളക്ഷൻ കൂടി ഈ കളക്ഷൻ കൂടി എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ഇതിനെ പറ്റുന്ന വലിയ അടിപൊളി പടം നമുക്ക് ഇഷ്ടമായി. അപ്പൊ ചിലപ്പോൾ കളക്ഷൻ കൂടും എന്ന് പറയാം. പക്ഷെ ഇവരൊന്നും 1 രൂപ പോലും മുടക്കിയിട്ടില്ല എന്നാണ് പറയുന്നത്. ഈ പറയുന്നവർ ഈ സിറാജ് എന്ന് പറയുന്ന ഒരാള് നേരത്തെ കേസ് കൊടുത്ത ആള് കുവൈറ്റിലായിരുന്നു. ഈ കുവൈറ്റിൽ നിന്ന് വന്നിട്ട് ഒരുപാട് പേര് ഈ സിനിമ എന്ന് പറയുന്ന ഒരു ഫാന്റസിയിൽ എത്തിപ്പെടാൻ കഴിയാതെ നിൽക്കുന്നവരുണ്ട്. എത്തിപ്പെടാൻ താല്പര്യമായിട്ട് അതൊരു പ്രൊഡ്യൂസറായിട്ടാവാം, അല്ലെങ്കിൽ ടെക്നിക്കൽ പരമായിട്ടാവാം, അല്ലെങ്കിൽ അഭിനയിക്കാനാവാം. അപ്പൊ എങ്ങനെയെങ്കിലും ഈ ഒരു വീട്ടിൽ എത്തിപ്പെടണം, കുറെ പൈസയൊക്കെ ഉണ്ടാക്കുന്ന ചെയ്യണം. അങ്ങനെ ഇരുന്ന കുറെ ഗൾഫ് മലയാളികളെ ചാക്കിട്ട് പിടിക്കാനും അവരെ പ്രൊഡ്യൂസ് ചെയ്യിക്കാനൊക്കെ. പക്ഷെ അവരുടെ പേര് എവിടെയും വരില്ല. അത് ഈ പറയുന്ന പോലെ സൗബിൻ സാഗർ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പറവ ഫിലിംസ് അല്ലെങ്കിൽ നമ്മൾ കണ്ടിട്ടുണ്ടാവും കുറേ പടങ്ങൾ പൊട്ടി. മിക്കവാറും അങ്ങനെ എടുക്കുന്ന പടങ്ങൾ ആൾക്കാരുടെയൊക്കെ പൊട്ടി പോകും. ഈ പറയുന്ന ബ്ലാക്ക് വൈറ്റ് ആക്കി പോണ പരിപാടിക്കൊക്കെ വേണ്ടിയായിരിക്കും അത് ചെയ്തിട്ടുണ്ടാവുക. ഇവിടെ ഈ സിറാജ് പറയുന്ന ഒരു മനുഷ്യൻ മുടക്കിയ പൈസ പോലും ഇത്രയും ലാഭം കിട്ടിയിട്ട് 250 കോടിയിൽ മേലെ ഏകദേശം ഒരു 300 കോടിയുടെ അടുത്തൊക്കെ കളക്ഷൻ ഉണ്ടായിട്ട് പോലും മുടക്കിയ മുതൽ പോലും ഇയാൾക്ക് കൊടുത്തിട്ടില്ല എന്നാണ് പറയുന്നത് സൗബിൻ. അത് സൗബിൻ ചെയ്തത് വല്ലാത്തൊരു ചതിയാണ്. ഒരുപക്ഷെ അയാളൊരു ക്യാൻസർ രോഗിയാണ്. അയാളെ ചികിത്സ വരെ മുടങ്ങി കിടക്കുകയാണ്. അയാളുടെ മനസ്സിന്റെ വിഷമാവും സൗബിനെ ഇപ്പോൾ ED പൊക്കിയതും ഇത്തരത്തിലുള്ള കള്ളപ്പണത്തിന് ഈ മഞ്ഞുമൽ ബോയ്സിന്റെ കളക്ഷന്റെ പുറകെ ഒരു കള്ളപ്പണം തമിഴ്നാട്ടിൽ നിന്ന് ഒഴുകിയെത്തിയിട്ടുള്ളതുമായി ബന്ധപ്പെട്ട ഒരു കാര്യങ്ങളൊക്കെ പായത് ആ മനുഷ്യന്റെ ഒരു ശാപമായിരിക്കാം. എന്തായാലും എത്രയും പെട്ടെന്ന് എല്ലാം ക്ലിയർ ആവട്ടെ. ഈ പറയുന്ന പേരും പ്രശസ്തിയൊന്നും പുറത്തു വന്നില്ലെങ്കിലും ആ പടത്തിന്റെ ഭാഗമാവാൻ കഴിഞ്ഞതിൽ സന്തോഷിക്കുന്ന ഇനിയും ഇതുപോലെ ആവണം സിനിമയിലൊക്കെ എന്തെങ്കിലും രീതിയിൽ ആഗ്രഹിക്കുന്ന ഒരുപാട് പ്രൊഡ്യൂസർമാരുണ്ട്. അവർക്ക് അവരുടെ മുടക്കിയ മുതൽ പോലും കിട്ടിയില്ല എന്ന് പറഞ്ഞാൽ വളരെ കഷ്ടമാണ്. ഇത്രയും കളക്ഷൻ ഉണ്ടായിട്ടും. പിന്നെ ഇതിന്റെ ബാക്കി കാര്യങ്ങളെല്ലാം ഇപ്പൊ സൗബിനെ ചോദ്യം ചെയ്തുകൊണ്ട് വരികയാണ്. അവരുടെ പല ബാങ്ക് അക്കൗണ്ടും കാര്യങ്ങളൊക്കെ അവരുടെ ചെക്കിങ് കാര്യങ്ങളൊക്കെ വരുമ്പോൾ പരിശോധനയിൽ തിരിച്ചറിയാൻ 1 രൂപ പോലും ഒരു പടത്തിന് വേണ്ടി മുടക്കിയിട്ടില്ല ഇതിൽ പ്രൊഡ്യൂസേഴ്സ്
എന്നോ പറഞ്ഞിരിക്കുന്നത്. മറ്റു പല രീതികളിലാണ് അവരുടെ അക്കൗണ്ടിലേക്ക് പൈസ ഒഴുകിയെത്തിയിട്ടുള്ളത്. അത് ബ്ലാക്ക് മണി തന്നെയാണ്. അപ്പം എന്തായാലും മഞ്ഞുമൽ ബോയ്സ് എന്ന് പറയുന്ന ഒരു നല്ല സിനിമ, അതിൻ്റെ പേര് ഇപ്പോൾ ഒരുപാട് കാര്യങ്ങൾ വന്നായിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം സൗബിൻ സാഗറിനി ഉള്ള അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ നമുക്ക് ഇനി അറിയാം. അടുത്ത നല്ലൊരു ടോക്കായിട്ട് നമുക്ക് വീണ്ടും കാണാം. താടിയും പൊട്ടും ടാക്ക് ബൈ.